എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. ലൂക്കോസ് 24:32. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇമ്മാനുവേൽ, നമ്മോട് കൂടെയുള്ള ദൈവ സാന്നിധ്യം. ദൈവം കൂടെ നടക്കുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്ന ചില കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. ദൈവം കൂടെ ഇരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം കൂടെ ഇരിക്കുമ്പോൾ രൂപാന്തരം സംഭവിക്കുന്നു. ദൈവം കൂടെ ഇരിക്കുമ്പോൾ വിശേഷ ജ്ഞാനം ലഭിക്കുന്നു. ദൈവം കൂടെ ഇരിക്കുമ്പോൾ സ്വസ്ഥത ലഭിക്കുന്നു. ദൈവം കൂടെ ഇരിക്കുമ്പോൾ വലിയവനാക്കും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ശുശ്രൂഷയുടെ വിളിയുണ്ട്. ദൈവം കൂടെ ഇരിക്കുമ്പോൾ തൻ്റെ ഭക്തന്മാരുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം അവരെ നടത്തും. നമ്മുടെ താഴ്ചയിൽ കൂടെ വസിക്കുന്ന ദൈവം, കൂടെ ഇരിക്കുമ്പോൾ അനുഗ്രഹങ്ങളുടെ പെരുമഴ നൽകുന്ന ദൈവം. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ധ്യാനങ്ങളിൽ നമ്മൾ പങ്കുവച്ചത്. ഇന്ന് മറ്റൊന്ന്, കൂടെ ദൈവം നടക്കുമ്പോൾ സകല ചിന്താക്കുഴപ്പങ്ങളും നാം അറിയാതെ മാറും. ലൂക്കോസ് 24-ാം അധ്യായത്തിൽ എമുവേസിലേക്ക് പോയ 2 ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുന്ന ഉദ്ധിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ് രേഖപ്പെടുത്തുന്നത്. ഒരുപാട് സംശയങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. അവരുടെ പ്രതീക്ഷകളൊക്കെ ഏറെക്കുറെ അസ്തമിച്ചു. ക്രിസ്തു തങ്ങളുടെ രക്ഷകനാണെന്നും ഒരു പക്ഷെങ്കിൽ പാലസ്തീൻ്റെ വിമോചകനായി റോമാ സാമ്രാജ്യത്തിൽ നിന്നും തങ്ങളുടെ മണ്ണിനെ സ്വതന്ത്രനാക്കുന്ന മശിഹയായി അവർ യേശു ക്രിസ്തുവിനെ കണ്ടു. എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അവരുടെ ധാരണകളെയും പ്രതീക്ഷകളെയും എല്ലാം തകിടം മറിച്ച് അങ്ങനെ യെരുശലേമിൽ നിന്നും നിരാശരായി എമുവസിലേക്ക് നടന്നു പോകുന്ന ഈ 2 ശിഷ്യരോട് ചേർന്ന് നടക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ആകെ ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് അപരിചിതനെ പോലെ കർത്താവ് കടന്നു വന്നു. അവരോട് ചേർന്ന് നടന്നു. അവരോട് ചേർന്ന് നടന്നപ്പോൾ അവരുടെ സംശയങ്ങളെല്ലാം തീർന്നു. ദൈവിക മർമ്മങ്ങൾ വെളിപ്പെട്ടു. തിരുവചന സത്യങ്ങളെ ഗ്രഹിക്കാൻ ബുദ്ധി തുറക്കപ്പെട്ടു. സകല ചിന്താക്കുഴപ്പവും മാറിപ്പോയി. ചേർന്ന് നടന്നു എന്ന് മാത്രമല്ല, ആ നടപ്പ് അവരുടെ ഭവനത്തിൽ വരെ എത്തി. അവർക്ക് അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്നാണ് കാണുന്നത്. ക്രിസ്തുവിനെ അവർ തിരിച്ചറിയുന്നു. നമ്മുടെയൊക്കെ യാത്രകളിൽ, ജീവിതയാത്രകളിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ വീർപ്പ് മുട്ടിച്ച ധാരാളം സന്ദർഭങ്ങളുണ്ടാവാം. അവിടെയെല്ലാം ഒരു അപരിചിതനെ പോലെ, ഒരു മൂന്നാമനായി നമ്മുടെ ജീവിതയാത്രയോട് ചേർന്ന് നടന്ന കർത്താവുണ്ട്. ഒരു പക്ഷെങ്കിൽ നാം ആ ഒരു സാന്നിധ്യം തിരിച്ചറിയാതെ പോയി എന്ന് വരാം. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. നീ ഇത് വാസ്തവമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ഇത് അനുഭവിക്കുക തന്നെ ചെയ്യും എന്നതാണ് ഈ ഭാഗത്ത് നമ്മോട് പറയുന്ന ദൂത്. മറ്റൊന്ന്, ദൈവം കൂടെ ഇരിക്കുന്നുവെങ്കിലും ദൈവം പ്രവർത്തിക്കുന്നത് എല്ലായ്പ്പോഴും ഒരേ രീതിയിലാകണമെന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലും 18-ന്റെ 10-ലുമൊക്കെ നമുക്കത് കാണാം. പൗലോസിനോട് ദൈവം ഇടപെട്ട 4 സന്ദർഭങ്ങളാണ് ആ ഭാഗത്ത് തുടർന്ന് നമ്മൾ കാണുന്നത്. 23-ാം അധ്യായത്തിലും 27-ാം അധ്യായത്തിലൊക്കെ അത് വായിക്കുന്നു. പൗലോസിനെ ദൈവം ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടിയ നിമിഷം മുതൽ എല്ലായിടത്തും തന്നോടുകൂടെ ദൈവ സാന്നിധ്യമുണ്ടായിരുന്നു. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ടു. അന്ന് രാത്രിയിൽ അവിടെ ഒരു സഭയുണ്ടായി.
എന്നാണ് 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. കൊരിന്തിൽ കർത്താവിന് വേണ്ടി തുറക്കപ്പെട്ട ഒരു വാതിലുണ്ടായിരുന്നു. കർത്താവ് പൗലോസിന് ഒരു ദർശനം കൊടുത്തു, അവനെ പ്രോത്സാഹിപ്പിച്ചു, ഭയപ്പെടാതെ പ്രസംഗിക്കാൻ പ്രത്യേകം പറഞ്ഞു, തൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്തു, ആരും തനിക്കൊരു ദോഷവും ചെയ്യില്ല എന്ന് കൂടെ ഉറപ്പിച്ചു കൊടുത്തു. വീണ്ടും അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ അടുക്കൽ നിൽക്കുന്നതായി പൗലോസ് കണ്ടു എന്ന് വായിക്കുന്നു. പൗലോസിനെ അറസ്റ്റ് ചെയ്ത സമയമാണത്. കർത്താവ് ജയിലിൽ അടുത്ത് നിന്നാൽ പിന്നെ ഫിലിപ്പിയയിലെ കാരാഗൃഹത്തിലെ പോലെ വിടുതൽ നൽകിക്കൂടെ എന്ന ഒരു ചിന്ത ന്യായമായും വരാം. മുമ്പ് കൂടെ ഇരുന്ന് വിടുവിച്ചെങ്കിലും ഇന്ന് ദൈവത്തിന് വേറെ പദ്ധതിയുണ്ട്. കഠിനാധ്വാനം ചെയ്ത് ഓടി നടന്ന പൗലോസ് കുറെ നാൾ ഏകനായി ദൈവവുമായിട്ടിരുന്ന് ശാന്തമായി വിശ്രമിക്കാൻ അവസരമൊരുക്കി എന്നുള്ളത് ഒരു ദൈവിക പദ്ധതിയായിരുന്നു. അതുകൊണ്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമുക്ക് ഏവർക്കും അനുഗ്രഹകരമായ ലേഖനങ്ങൾ അങ്ങനെ ഉളവായി. വീണ്ടും അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിന് 23, 24, 25 വാക്യങ്ങളിൽ കർത്താവ് അടുക്കൽ നിന്നതായി പൗലോസ് പറയുന്നു. കപ്പലിലുള്ള 276 പേരും കൊടുങ്കാറ്റിൽ വലഞ്ഞ് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ പൗലോസ് എല്ലാവരെയും ധൈര്യപ്പെടുത്തുന്നു. ദൈവം തൻ്റെ അടുക്കൽ നിന്ന് തന്നോട് സംസാരിച്ചുവെന്നും തൻ്റെ സഹയാത്രികരെ മുഴുവൻ തനിക്ക് തന്നിരിക്കുന്നുവെന്നും ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ കൂടെ ഇരിക്കുമ്പോൾ കഷ്ടതകളുടെ അഭാവമല്ല എപ്പോഴും, എങ്ങനെ നമ്മെ നടത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ട കാര്യമാണ്. നമ്മുടെ ആത്യന്തിക നന്മയും അനുഗ്രഹവുമാണ് ദൈവം എപ്പോഴും ഉന്നം വെക്കുന്നത്. അവസാനമായി കർത്താവ് പോകാൻ നേരം കൊടുത്ത വാഗ്ദത്തം ശ്രദ്ധേയമാണ്. മത്തായി 28-ാം അധ്യായത്തിൽ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട്. ഇവിടെ 2 വിശേഷണങ്ങളുണ്ട്. ഒന്ന്, ലോകാവസാനത്തോളം എന്ന് പറഞ്ഞാൽ സമയപരിധിയില്ല. അതെന്ന് സംഭവിക്കുമെന്ന് പിതാവ് മാത്രം അറിയുന്നു. ലോകാവസാനത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് പര്യന്തം എന്ന് നമുക്കതിനെ മനസ്സിലാക്കാം. മറ്റൊന്ന്, എല്ലാ നാളും, ഏതെങ്കിലും ചില സന്ദർഭങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ആയുസ്സിൻ്റെ അവസാനം വരെ ഓരോ ദിവസവും കൂടെയുണ്ട്. സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് തരും എന്ന് വാഗ്ദത്തം ചെയ്തിട്ടാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു. അവിടുന്ന് നമ്മെ സകല സത്യത്തിലും വഴി നടത്താൻ മതിയായ ദൈവമാണ്. അവിടുന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവാണ്. ഇന്ന് ദൈവം നമ്മോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമായി എപ്പോഴും കൂടെ വസിക്കുന്നു. ഇന്നുമെന്നും ലോകാവസാനം വരെ, അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിൻ്റെ അവസാനം വരെ അവിടുന്ന് നമ്മോട് കൂടെ വസിക്കുന്ന ഇമ്മാനുവേലാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളോട് കൂടെ വസിക്കുന്ന കർത്താവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. അവിടുത്തെ വചനം ഞങ്ങളെ കൂടുതൽ ധൈര്യവും പ്രതീക്ഷയും ഉള്ളവരാക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാതെ പോയ നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ എപ്പോഴും കൂടെ വസിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അങ്ങയുടെ നിറസാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. വിവിധമായ ആവശ്യങ്ങളോടും ഭാരങ്ങളോടും കൂടി അങ്ങയുടെ സന്നിധിയിൽ വരുന്ന എല്ലാവരോടും കരുണയുള്ള ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും കൃപയുടെയും പുതിയ നാൾ വഴികളെ നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.